ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിന്റെ തുടർച്ചയായാണ് യോഗം ചേരുന്നത്. തിരഞ്ഞെടുപ്പ് ഫലമടക്കം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു വലിയ നേട്ടമുണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയിൽ 3 MLA-മാരുമൊക്കെയായി വലിയ മുന്നേറ്റമുണ്ടാക്കി. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാക്കി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വലിയ പ്രതീക്ഷകളോടെ നിയമസഭയിലേക്ക് എത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, പ്രശാന്ത്? പ്രജിത്തെ, കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഭാരവാഹി യോഗം ചേരുന്നത്. 10:30 മാരാർജി ഭവനിൽ യോഗം ചേരും. നേതാക്കൾ എല്ലാവരും എത്തിത്തുടങ്ങുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വലിയ രീതിയിൽ ബി.ജെ.പിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതായത് നേരത്തെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഈ 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ രീതിയിലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി തിരുവനന്തപുരം നഗരസഭ പിടിച്ചതിനടക്കം നിരവധി മുനിസിപ്പൽ കോർപ്പറേഷനടക്കം ബി.ജെ.പിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ജില്ലാ പഞ്ചായത്തുകളടക്കം വലിയ രീതിയിൽ ഇത്തരത്തിൽ ബി.ജെ.പിക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നു. അങ്ങനൊരു സാഹചര്യം രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലെത്തി നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ ബി.ജെ.പി. 3 MLA-മാരെ 3 മണ്ഡലത്തിലാണ് ബി.ജെ.പി വിജയിച്ചു കഴിഞ്ഞത്. അതും മഹാഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജനപിന്തുണ ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇന്ന് ഈ നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, തുടർന്ന് സ്വീകരിക്കേണ്ട എന്തൊക്കെ നയങ്ങളെ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന നിയമസഭയിലേക്ക് ആണെങ്കിൽ ഏറ്റവും കൂടിയ പ്രാതിനിധ്യം കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. 3 പേർ അതിൽ സമുന്നതരായിട്ടുള്ള നേതാക്കൾ തന്നെയാണ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രതിപക്ഷ സ്ഥാനത്തേക്ക്, അതായത് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായിട്ട് ഇനി ഉയർന്നു കേൾക്കുന്നത് ബി.ജെ.പിയുടെ ശബ്ദമായിരിക്കും. നേരത്തെ കേട്ടുന്നത് ഇടതായാലും ശരി വലതായാലും ശരി അവർ ഒരു പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നവരാണെങ്കിൽ ഏതാനും അതായത് ഇത്തരത്തിൽ പൊതുവിഷയങ്ങളിൽ നിന്നെല്ലാം ഒരേ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഇനി അങ്ങനെ നടക്കുന്നില്ല. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളടക്കം ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട് നിയമസഭയിലുണ്ടാകും. അത്തരം കാര്യങ്ങളടക്കം ചർച്ച ചെയ്യണം. കാരണം ഈ നിയമസഭയിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ മാത്രമല്ല, ഇനി തുടർന്ന് ബി.ജെ.പിയുടെ മുന്നേറ്റം ഏതൊക്കെ രീതിയിലേക്കാകണം നീങ്ങേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമായിരിക്കും പിന്നീട് തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുക. എന്തായാലും വലിയ അനുകൂലമായൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ കൂടിയാണ് സംസ്ഥാന നേതൃയോഗം ചേരുന്നത് എന്ന കൂടി സവിശേഷത കൂടിയുണ്ട്. ബി.ജെ.പി. സംസ്ഥാനത്ത് വലിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു. ഈ 3 സീറ്റിൽ മാത്രമാണ് വിജയിച്ചെങ്കിൽ പോലും മറ്റ് പല മണ്ഡലങ്ങളിലും അതായത് വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടാമതേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് വോട്ട് ശതമാനമടക്കം കൂടുന്ന സാഹചര്യം. നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിന് മാത്രമാണ് പല മണ്ഡലങ്ങളിലും പരാജയം സംഭവിച്ചിരിക്കുന്നത്. അത്ര രീതിയിലൊരു വോട്ടിംഗ് ശതമാനം കൂടുതൽ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായ ഒരു ചർച്ച തന്നെയായിരിക്കും ഇന്നത്തെ നേതൃയോഗത്തിൽ ചേരുക. ഓക്കെ പ്രശാന്ത്, എന്തായാലും കേരളം ആഗ്രഹിക്കുന്ന ഒരു 3-ാം ബദലാണ് ബി.ജെ.പി. അത് 3 MLA-മാരുമായി ഇപ്പോൾ നിയമസഭയിൽ നിർണായകമായിട്ടുള്ളൊരു ശക്തിയായി, അല്ലെങ്കിൽ അവരുടെ ശക്തി അറിയിച്ചുകൊണ്ടുള്ള വരവറിയിച്ചുകൊണ്ടുള്ളൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഇനി ജനപക്ഷത്ത് നിന്നുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അവർക്കായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതുമാണ്.